ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഡെസിമൽ ഫോംസ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്, ഇതിലെ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഫുൾ ചാപ്റ്റർ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മലയാളം മീഡിയം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. ഡെസിമൽ ഫോംസ്, ഡെസിമൽ എന്ന് പറഞ്ഞാൽ ദശാംശ രൂപങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഡെസിമൽ പ്ലേസസിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 5 ഹൗ വേരിയസ് മെഷേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ ആസ് ദെയർ ഡെസിമൽ ഫോംസ്. അപ്പോൾ നമ്മൾ പലതരം അളവുകൾ എങ്ങനെയാണ് ഫ്രാക്ഷനിലും അതുപോലെ അതിൻ്റെ ഡെസിമലായിട്ടും എഴുതുക എന്നുള്ളത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അഥവാ നമ്മൾ മെഷർ മാത്ത് എന്നുള്ള പാഠഭാഗത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ദ ലെങ്ത് ഓഫ് എ പെൻസിൽ ക്യാൻ ബി സെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇപ്പോൾ ഒരു പെൻസിലിൻ്റെ ലെങ്ത് നമുക്ക് പല രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു പെൻസിലിൻ്റെ ലെങ്ത് ആണ് 5 സെൻറ്റിമീറ്റേഴ്സ് 7 മില്ലിമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ 7 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ 5.7 സെൻറ്റിമീറ്റേഴ്സ് എന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 രീതിയിലും പറയാം, ഒരു അളവിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വി ക്യാൻ റൈറ്റ് അതർ മെഷേഴ്സ് ഓൾസോ ലൈക്ക് ദീസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മെഷേഴ്സും എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 7/10 എന്നുള്ള അത് ലിറ്റേഴ്സ് ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5.7 ലിറ്റേഴ്സ് എന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഡെസിമൽ ഫോമിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ ഇതിനെ കിലോഗ്രാമിലാക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷനിൽ ഇങ്ങനെയും ഡെസിമലിൽ 5.7 കിലോഗ്രാംസ് എന്നും എഴുതാം. അപ്പോൾ ഏതൊരു ഇത് കിട്ടിയാലും അതിനെ നമുക്ക് ഡെസിമലായിട്ടും ഫ്രാക്ഷനായിട്ടും എഴുതാൻ വേണ്ടി കഴിയണം. We can drop all references to measures and simply say that 5.7 is the decimal form of the number 57 divided by 10. അപ്പോൾ 57 divided by 10 എന്നുള്ളതിനെയാണ് നമ്മൾ 5.7 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിമിലർലി നമുക്ക് 4.29 is the decimal form എന്ന് പറയുന്നതാണ്. അതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കൂ 4.29 ആണല്ലേ. പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇവിടെ 2 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ ആദ്യം തന്നെ അത്രയും 0 ഉള്ളത് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ 2 നമ്പേഴ്സ് ആണുള്ളത്, അതുകൊണ്ട് 2 0 വേണം. ദെൻ ഒരു 1 കൂടെ ഇട്ട് കൊടുക്കുക. സോ 100 എന്നായിട്ട് മാറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2.29 എന്നുള്ളതിനെ മേലെ എഴുതി കൊടുക്കുക. ഈ 4 എന്നതിനെ സെപ്പറേറ്റ് ആയിട്ടും എഴുതി കൊടുക്കുക. അപ്പോൾ 429 ഡിവൈഡഡ് ബൈ 100 എന്നായിട്ട് മാറും. ഓക്കെ. ഇനി ഇതിനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇവിടെ 5.7 എന്നുള്ളതാണ് ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 7 എന്നുള്ളതാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. 7 മുകളിൽ എഴുതി കൊടുക്കുക. 57/10 എന്ന് എഴുതി കൊടുക്കുക. വി മസ്റ്റ് നോട്ട് അനദർ തിങ് ഹിയർ. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വി റൈറ്റ് നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് 1s, 10s, 100s ആൻഡ് സോ ഓൺ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി എഴുതുന്നത് എങ്ങനെയാണ്? 1, ഒറ്റ, 10, 100 എന്നുള്ള രീതിയിലാണ് എഴുതാറുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഏതൊരു നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ വന്നിട്ടുള്ളത് 247 എന്നുള്ളതാണ് അല്ലേ. ഇവിടെ 2 എന്ന് പറയുന്നത് ഏതാണ്? 100ൻ്റെ പ്ലേസിലാണുള്ളത്. 4 എന്ന് പറയുന്നത് 10ൻ്റെ പ്ലേസിലാണ്. 7 എന്ന് പറയുന്നത് 1സിൻ്റെ പ്ലേസിലാണ്. അതാണ് കൊടുത്തിട്ടുള്ളത്. 200s, 4+ then 7 1s. ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ ഒരു നമ്പേഴ്സ് പറയുമ്പോൾ എഴുതാറുള്ളത്. സോ വാട്ട് അബൌട്ട് 247.3? അങ്ങനെയാണെങ്കിൽ 247.3 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വി സ്പ്ലിറ്റ് ഇറ്റ് ആസ് സം ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ ആസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതൊരു നമ്പേഴ്സ് എടുക്കുമ്പോഴും അതിൻ്റെ ഫ്രാക്ഷൻസിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ നോക്കേണ്ടത്. അഥവാ ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്? ഇവിടെ 247.3 ആണല്ലേ. ഈ 3 എന്ന് പറയുന്നത് ഏതാണ്? ഏത് ഫ്രാക്ഷനിൽ വരുന്നതാണ്? 10ൻ്റെ ഫ്രാക്ഷനിൽ വരുന്നതാണല്ലേ. അഥവാ 3 എന്ന് പറയുന്നത് എന്താണ്? 1 + 1 എന്ന് പറയുന്നതാണല്ലേ. അഥവാ 1 ഡിവൈഡഡ് ബൈ 10, 1 ഡിവൈഡഡ് ബൈ 10, 1 ഡിവൈഡഡ് ബൈ 10. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3/10 എന്ന് പറയുന്നത്. 3/10 ആണ് ഇവിടുത്തെ പറയുന്ന ഈ ഒരു 3 എന്ന് പറയുന്നത്. ഇനി ഇത് 2 3 ഉണ്ടെങ്കിലോ 0.33 ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇത് 100ൻ്റെ പ്ലേസിലായിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 100ൻ്റെ പ്ലേസിലായിട്ട് മാറും. അങ്ങനെ
3/10 here can be written as 3/10 equal to 1/10 plus 1/10 plus 1/10. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. That is 3/10. So we can write 247.3 in terms of hundreds, tens and ones and tens. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? നമ്മൾ ഇതിനെ എഴുതേണ്ടത് 247 എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. ഈ 3നെ നമ്മൾ എഴുതേണ്ടത് 3 tens എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. 3 tens എന്ന് പറയുന്നതാണ്. ഓക്കെ, അഥവാ 3 tens എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ എഴുതി കൊടുക്കണം. ഹൗ ഡു വി സ്പ്ലിറ്റ് 247.39? ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ എഴുതണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ഈ ഒരു 3നെ നമ്മൾ എന്ത് ചെയ്യണം? 3 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത് 10ലാണെങ്കിൽ 9 എന്ന് പറയുന്നത് 100ൻ്റെ പ്ലേസിലേക്ക് മാറും. അഥവാ 9 hundreds എന്നുള്ളതിലേക്ക് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ജസ്റ്റ് in the decimal form of a number, the dot separate the whole number part and the fraction part. ഇപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ നമ്പറിൽ എഴുതുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഹോൾ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്രാക്ഷൻ നമ്പർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ വേർതിരിച്ച് കാണിക്കാനാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഡോട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. Digits to the left of the dot show the multiplies of ones, tens, hundreds and so on. The digits to the right show the multiplies of tens, hundreds, thousands, so on. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കുള്ളതിനെയൊക്കെ നമ്മൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്നുള്ള രൂപത്തിലാണ് പറയുക. അഥവാ ഇതിനെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ളതിനെ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? വൺസ്, ടെൻത്ത്, ഹൺഡ്രഡ് എന്നുള്ള രൂപത്തിൽ പറയും. ഇനി അതല്ല, ഇതങ്ങോട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനെ നമ്മൾ ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്നുള്ള രീതിയിലാണ് പറയുക. ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the two numbers used to the above example can be split according to the place value like this. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു ഡെസിമൽ നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ കാണണമെങ്കിൽ അതിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ എഴുതുന്നത് ഈ രീതിയിലാണെന്നാണ് പറയുന്നത്. താഴെ നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 247 എന്നുള്ളത് എന്താണ്? ആദ്യം നമ്മൾ എഴുതുന്ന ഈ 247 ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ് ആണ്. പിന്നെ ഈ 3 വരുന്നത് 1/10ലാണ്, അഥവാ ടെൻസിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. ഇനി 3/9 എന്ന് വരുമ്പോൾ 9 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. 1/100 എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ കണക്കാക്കുന്നത്. Then split the numbers above according to the place value. അപ്പോൾ പ്ലേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളെടുത്ത് താഴെ പറയുന്നതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, 1 by 1 ആയിട്ട് എഴുതാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് 4.5 ആണ്. ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്? 4 ones ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതാം 4 ones പ്ലസ് അവിടെ എന്താണുള്ളത്? 5 ആണല്ലേ. അപ്പോൾ 5 എന്ത് വരും? 5നെ നമുക്ക് ടെൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. 5 tens എന്ന രീതിയിൽ വരും. രണ്ടാമത്തത് നോക്കൂ, 4.57 ആണുള്ളത്. പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് സെപ്പറേറ്റ് ആണ് പറയാറ്, ഒരുമിച്ച് പറയാറില്ല. അപ്പോൾ അവിടെ 57 എന്ന് തന്നെ പറയണം. 57 എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി ഇവിടെ നമ്മൾ 4 എന്ന് പറയുന്നത് വൺസിൽ തന്നെയാണ് വരിക. 4 ones പ്ലസ് ഈ 5 എന്താണ്? 5 tens ആയിട്ട് വരും. 5 tens പ്ലസ് എന്താണ്? 7 ഉണ്ടല്ലേ. 7ൻ്റെ എന്ത് സ്ഥാനത്ത് വരും? ഹൺഡ്രഡ്സ് എന്നുള്ളതിലേക്ക് വരും. ഹൺഡ്രഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, തേർഡ് വൺ ആണ് നോക്കാനുള്ളത്. 3 എന്ന് നമ്പർ കൊടുക്കുക. അവിടെ 4.572 എന്നുള്ളതാണ്. 4 എന്നുള്ളത് അപ്പോഴും അവിടെ വൺസ് തന്നെയാണ്, അതിൽ യാതൊരു ചേഞ്ചസും വരില്ല. ദെൻ 5 എന്നുള്ളത് ടെൻസ് ആയിട്ട് വരും. 5 tens പ്ലസ് എന്താണ്? 7 hundreds എന്നായിട്ട് മാറും. ഹൺഡ്രഡ്സ് പ്ലസ് എന്താണ്? 2 ആണുള്ളത്. 2 എന്ന് പറയുന്നത് ഏതിൻ്റെ അടുത്തേക്ക് മാറും? ഇത് 10 ആണ്, ഇത് 100 ആണ്, ഇതെന്താണ്? തൗസൻഡ്സിലേക്ക് മാറും. അപ്പോൾ അവിടെ 2000s എന്നായിട്ട് മാറും. 2000s. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. 4th വൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. 4 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ എന്താണ്? 45.72 ആണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോന്നും എഴുതണം. 4 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ഥാനത്താണ്? ഇത് വൺസ്, ഇത് ടെൻസ് ആണല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നത് അവിടെ ടെൻസിൻ്റെ പ്ലേസിലേക്ക് മാറി. ടെൻസ്. 5 എന്ന് പറയുന്നത് വൺസിലേക്ക് മാറി.
പ്ലസ് പിന്നെന്താണ് 7 എന്ന് പറയുന്നത് ടെൻസിലേക്ക് മാറി ടെൻസ്. ദെൻ അവിടെ 2 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിലേക്കും മാറി ഹൺഡ്രഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ഇനി 5 ആണ് അല്ലേ. 5 നമുക്ക് എവിടെ എഴുതി കൊടുക്കാം, ഇവിടെ എഴുതാം. 5 457.2 ആണ്. അവിടെ നമുക്ക് എന്തെഴുതാം, 4 എന്ന് പറയുന്നത് ഏതിലാണ്, ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ് ആണ് അല്ലേ. 4 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിലേക്ക് മാറി ഹൺഡ്രഡ്സ്. പ്ലസ് 5 എന്ന് പറയുന്നത് ടെൻസ് ആയിട്ട് മാറി. ദെൻ 7 എന്ന് പറയുന്നത് വൺസ് ആയിട്ട് മാറി. പ്ലസ് അവിടെ 2 ആണുള്ളത്. 2 എന്ന് പറയുന്നത് ടെൻസിലേക്ക് മാറി ടെൻസ്. ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്, ഒന്ന് ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങൾ എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് മൂവ് ചെയ്താലോ. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് സം മെഷേഴ്സ് അഗെയിൻ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 23 meters ആൻഡ് 4 centimeters? ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മറ്റ് ഡെസിമൽ നമ്പേഴ്സ് ആണ്, അഥവാ മെഷർമെൻറ്റ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് 23 meters 4 centimeters തന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, 23 meters 40 centimeters ആണ് തന്നത്. ഇതിന് നമ്മൾ എന്താക്കിയിട്ട് മാറ്റി, 23 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഇനി 40 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 40 എന്നുള്ളത് 2 നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 100ൽ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 40 / 100 എന്നാക്കിയിട്ട് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ആക്കിയിട്ട് എഴുതാം, നമുക്ക് വളരെ സിമ്പിളാണ്. 23.40 എന്നാക്കി എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് we can write 40 divided by 100 here as 40 divided by 100 എന്ന് പറയുന്നത് എന്താണ്, 40 divided by 100. ഇതും കൂടെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് എന്താണ്, 4 divided by 10 എന്നുള്ളത് മാത്രമാണ് അല്ലേ. 4 divided by 10 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. അപ്പോൾ നമുക്ക് 23.4 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. 40 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇനി എഴുതി എന്ന് വെച്ചിട്ട് മിസ്റ്റേക്ക് അല്ല എന്ന് മാത്രം. ഓക്കെ, ഇനി ഇവിടെ അതിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 23 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് വൺസിൽ വരും, 2 എന്ന് പറയുന്നത് 10ൽ വരും, 4 എന്ന് പറയുന്നത് 1/10ൽ വരും, 0 എന്ന് പറയുന്നത് 1/100ലാണ്. അപ്പോൾ ഈ 0 മാറ്റിക്കഴിഞ്ഞാൽ ഇതുവരെ മാത്രമേ ആവും, അഥവാ 23.4 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കറിയേണ്ടത് 23.40 മീറ്റേഴ്സും 23.4 മീറ്റേഴ്സും ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് അബൌട്ട് 23 meters ആൻഡ് 4 centimeters? ഇനി ഇത് 4 centimeters ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 40 centimeters നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി അല്ലേ. ഇനി അത് 40 അല്ല 4 centimeter ആണെങ്കിൽ അവിടെ എന്ത് ചേഞ്ചസ് ആണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കും, 4 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, അത് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്, അത് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 100 തന്നെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും, ഇവിടെ നമുക്ക് ഒന്നും വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇവിടെ 2 സ്ഥാനം വേണം, എന്ത് കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ആദ്യം എഴുതി കൊടുക്കുക, അതിൻ്റെ മുന്നേ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 23.04 എന്നായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എത്രയാണോ 0 ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഡെസിമലാക്കി എഴുതുമ്പോഴും സ്ഥാനങ്ങൾ പ്ലേസസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് കറക്റ്റാണ്. Then next one, so what is the decimal form of 23.4 divided by 100? നമ്മൾ നേരത്തെ പറഞ്ഞു 23.04 എന്നായിട്ട് മാറും അല്ലേ. ഇനി അതിൻ്റെ പ്ലേസ് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 23 എന്ന് പറയുന്നത് എന്താണ്, 3 1ലാണ്, 2 എന്ന് പറയുന്നത് 10ലേക്ക് വരും. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്, ഇത് മില്ലിമീറ്റേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ കേട്ടോ, മില്ലിമീറ്റർ ആയിട്ട് എഴുതുമ്പോൾ നമ്മളവിടെ 4/1000 എന്ന് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 23.004 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ പ്ലേസ് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ 0 എന്ന് പറയുന്നത് 1/10 ആണ്, നെക്സ്റ്റ് 0 1/100 ആണ്, നെക്സ്റ്റ് 4 എന്ന് പറയുന്നത് 1/1000 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇവിടെ ഇടണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട്
മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നൗ ട്രൈ ടു റൈറ്റ് 4 kilograms and 50 grams ആസ് kilograms ഇൻ ഡെസിമൽ ഫോം. 4 കിലോഗ്രാമും 55 ഗ്രാംസുമാണുള്ളത്. അതിന് ഡെസിമൽ ഫോമിൽ എഴുതുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതെല്ലാത്തെയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, കൺവേർട്ട് ദ മെഷർ ബിലോ ഇൻ ടു ദ മെഷേഴ്സ് സ്പെസിഫൈഡ് യൂസിങ് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ ഫോം. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം നമുക്ക്, കൂടാതെ ഡെസിമൽ ഫോമിലാക്കിയിട്ടും എഴുതണം. അപ്പോൾ നമുക്ക് ഓരോന്നാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? 4 മീറ്റേഴ്സും 30 സെൻറ്റിമീറ്റേഴ്സും ആണ്. അതിന് ഫ്രാക്ഷനിലാക്കുമ്പോൾ 430 ഡിവൈഡഡ് ബൈ 100 മീറ്റേഴ്സ് എന്നായിട്ട് മാറും. അതിന് ഡെസിമലിലാക്കുമ്പോൾ 4.3 എന്നായിട്ട് എഴുതണം. ഇനി സെക്കൻഡ് വൺ നോക്കാം. 4 meters 3 centimeters ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ 4 ആയിട്ട് തന്നെ എഴുതി കൊടുക്കുക. അതിനുശേഷം 4, പിന്നെ 3 centimeters ആണല്ലേ. 3 centimeters നമ്മൾ മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 3/100 എന്നാക്കിയിട്ട് മാറ്റുക. ഇനി ഇതിനെ ഡെസിമലിലേക്ക് എഴുതുമ്പോൾ നമുക്കറിയാം, ആദ്യം 4 എഴുതി കൊടുക്കുക. അതിനുശേഷം നമുക്കറിയാം ഇവിടെ 2 0 അതുകൊണ്ട് തന്നെ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പൊസിഷൻസ് വേണം അല്ലേ. പക്ഷേ ഇവിടെ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4.03 എന്നായിട്ട് മാറും. 4.03 മീറ്റേഴ്സ് എന്നായിട്ട് മാറും. നെക്സ്റ്റ് വൺ 4 meters 3 millimeters ആണ്. നമുക്കറിയാം മില്ലിമീറ്റേഴ്സ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 1000 എന്നായിട്ട് മാറും. 4 2 പൊസിഷൻസ് വേണം, 3 പൊസിഷൻസ് വേണം അല്ലേ. ഇവിടെ 1000 ആണ്, പക്ഷേ ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 0 ഇട്ട് കൊടുത്തതിന് ശേഷം 3 എന്ന് എഴുതി കൊടുക്കുക. 4.003 എന്നായിട്ട് മാറും. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. 3 kilograms 200 grams അതിന് നമ്മളിവിടെ കിലോഗ്രാമിലേക്കാണ് മാറ്റേണ്ടത്. ഗ്രാംസിന് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 3 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? 200 ആണല്ലേ, 250 അല്ല 200 ആണ്. അപ്പോൾ ഈ 0യും ഈ 0യും ഇതും കൂടെ വെട്ടിപ്പോവും. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 2/10 ആയിട്ട് മാറും അല്ലേ. 2/10 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് ഡെസിമലിൽ എഴുതാം. 3 നമുക്ക് 10 ഇവിടെ ഫ്രാക്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 എന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം ഒരു സ്ഥാനം മാത്രമേ ആവശ്യമുള്ളൂ, ഒരു പൊസിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതവിടെ ഉണ്ട്. ഇനി അടുത്ത 3 kilograms 250 grams അതിന് 250 ഗ്രാംസിന് കിലോഗ്രാമിലേക്ക് മാറ്റണം. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. പക്ഷേ ഇവിടെ ഈ 0യും ഈ 0യും കൂടെ വെട്ടിപ്പോവും. ബാക്കിയുള്ളത് 25 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ 2 സ്ഥാനമാണുള്ളത്. അടുത്ത 0 കഴിഞ്ഞാൽ ആ 2 സ്ഥാനത്തുള്ള 2ഉം 5ഉം അവിടെ ഉണ്ട്. 3.25 kilograms ആയിട്ട് മാറും. ഇനി അടുത്തത് 3 kilograms 25 grams ആണുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 25 ഡിവൈഡഡ് ബൈ 1000 എന്നായിട്ട് മാറും. 25 ഡിവൈഡഡ് ബൈ 1000 എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 3 സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും 3 സ്ഥാനം വേണം. പക്ഷേ ഇവിടെ 2ഉം 5 ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 0യും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2ഉം 5ഉം എഴുതി കൊടുക്കുക. അപ്പോൾ 3.025 kilograms എന്നായിട്ട് മാറും. നെക്സ്റ്റ് വൺ 30 kilograms 250 grams അതിന് നമ്മൾ ഇവിടെ എഴുതിയ പോലെ 250 ഡിവൈഡഡ് ബൈ എന്തെഴുതുക? 1000 എന്ന് എഴുതി കൊടുക്കുക. 0യും കൂടെ വെട്ടിപ്പോവുക. 25 ഡിവൈഡഡ് ബൈ 100 എന്നായിട്ട് മാറും. 100ൽ 2 0യേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 30.25 എന്ന് ആൻസർ വരും. നെക്സ്റ്റ് വൺ 10 liters 750 milliliters അതിനെ നമ്മൾ ലിറ്റേഴ്സിലേക്കാണ് മാറ്റേണ്ടത്. സോ 1000 കൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ 10 750 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. ഈ 0യും ഈ 0യും കൂടെ വെട്ടിപ്പോവും. പിന്നെ 75 ഡിവൈഡഡ് ബൈ 100 ആയിട്ട് മാറും അല്ലേ. പിന്നെ ഇവിടെ എന്തായിട്ട് മാറും? അത് 10 ഇവിടെ 2 സ്ഥാനം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 7/5ഉം കൂടെ എഴുതിയാൽ മാത്രം മതി. 10.75 എന്നായിട്ട് ആൻസർ വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10 liters 75 milliliters അതിന് നമുക്ക് ഇതേപോലെ എഴുതാം. 10 75 ഡിവൈഡഡ് ബൈ
1000 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ നമുക്കൊന്നും വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 എഴുതുക. ഇവിടെ 3 സ്ഥാനങ്ങളാണ് വേണ്ടത്, 3 സീറോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക, 75 എന്ന് എഴുതി കൊടുക്കുക. 10.075 ലിറ്റേഴ്സ് എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10 ലിറ്റേഴ്സും 705 മില്ലി ലിറ്റേഴ്സുമാണ്. ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ എഴുതുക. 10 705 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെയും നമുക്ക് വെട്ടാൻ പറ്റില്ല, 0 വരുന്നത് സെൻറ്ററിലാണ്, നമുക്ക് വെട്ടാൻ പറ്റില്ല. സോ നമുക്ക് 10.3 സ്ഥാനങ്ങൾ വേണം, 705 എന്ന് എഴുതി കൊടുക്കുക. 10.0705 എന്ന് ആൻസർ വരും. നെക്സ്റ്റ് 100 ലിറ്റേഴ്സും 750 മില്ലി ലിറ്റേഴ്സും ആണ് വരുന്നത്. സോ 100, സോ 750 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി കൊടുക്കുക. ഈ 0യും ഈ 0യും വെട്ടി പോവുക, ബാക്കി 2 സ്ഥാനമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ 2 അവിടെ ഉണ്ട്. ഇപ്പോൾ 10.75 ലിറ്റേഴ്സ് എന്ന് ആൻസർ വരും. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇത് ചെയ്യേണ്ടത്. ഇതും വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് എന്ന് വരുന്നതാണ്. We have seen how measures of various kinds given as decimals can be converted to fractions. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഓരോ മെഷർമെൻറ്റിനെയും നമ്മൾ ഡെസിമലിലേക്കും ഫ്രാക്ഷനിലേക്കും കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ 7.3 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 7/3/10 സെൻറ്റിമീറ്റേഴ്സ് എന്നാക്കിയിട്ട് നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഇനി 1 സെൻറ്റിമീറ്റേഴ്സ് മീൻസ് 10 മില്ലിമീറ്റേഴ്സ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 7 സെൻറ്റിമീറ്റേഴ്സ് ഈക്വൽ ടു 70 മില്ലിമീറ്റേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വാട്ട് അബൌട്ട് 3/10 സെൻറ്റിമീറ്റേഴ്സ്? 3/10 എന്ന് പറയുന്നത് എന്താണ്? 3 മില്ലിമീറ്റേഴ്സ് ആയിട്ടാണ് മാറുന്നത്. ഇനി 7.3 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ 3/10 സെൻറ്റിമീറ്റേഴ്സ് എന്നാക്കിയിട്ട് മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് മില്ലിമീറ്റേഴ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 7 × 10 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. പ്ലസ് 3 ചെയ്ത് കഴിഞ്ഞാൽ 73 മില്ലിമീറ്റേഴ്സ് ആയിട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. വി ക്യാൻ ചേഞ്ച് ദീസ് അഗൈൻ. 73 മില്ലിമീറ്റേഴ്സ് മീൻസ് 73 ഓഫ് 1/10 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 73 മില്ലിമീറ്റേഴ്സ് എന്നുള്ളതിന് നമുക്ക് 73 ഡിവൈഡഡ് ബൈ 10 ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇൻ ടേംസ് ഓഫ് ജസ്റ്റ് നമ്പേഴ്സ് വിത്തൗട്ട് യൂസിങ് മെഷേഴ്സ് ദിസ് മീൻസ് 7.3 73/10 എന്നായിട്ട് എഴുതാം. സിമിലർലി ഹൗ ഡു വി റൈറ്റ് 7.31 മീറ്റേഴ്സ് ആസ് എ ഫ്രാക്ഷൻ? അതിനെങ്ങനെ ആക്കിയിട്ട് എഴുതാം നമുക്ക്? അതിന് നമ്മൾ എഴുതേണ്ടത് 731 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 സ്ഥാനമാണുള്ളത്, സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 31 ഡിവൈഡഡ് ബൈ 100 എന്നാക്കിയിട്ട് മാറ്റി എഴുതുകയാണ് അവിടെ ചെയ്യേണ്ടത്. ദെൻ ഇവിടെ പറയുന്നുണ്ട് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്, നമുക്കറിയാം അല്ലേ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. സോ 7 മീറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 7 × 100 ആയിരിക്കും. എത്രയാണ്? 700 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. സോ ഓൺ ദ അതർ ഹാൻഡ് സിൻസ് 1/100 മീറ്റേഴ്സ് മീൻസ് 1 സെൻറ്റിമീറ്റേഴ്സ്, സോ 31 ഡിവൈഡഡ് ബൈ 100 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 31 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ദസ് 1.37 മീറ്റേഴ്സ് 731 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 731 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 7 എന്നുള്ളത് മീറ്ററും 31 എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററും ആണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. If 731 centimeters is converted back to meters, അതിന് നമുക്ക് എന്ത് ചെയ്യാം? 731 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി അല്ലേ. സോ ഇൻ ദിസ് വേ ഹൗ ഡു വി റൈറ്റ് 703.19 ലിറ്റേഴ്സ് ആസ് എ ഫ്രാക്ഷൻ? അതിന് നമ്മൾ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതും? നമ്മൾ ഏത് ഫ്രാക്ഷൻ ആണെങ്കിലും 7 എഴുതുക, പോയിന്റിന് ശേഷം എത്ര നമ്പറാണോ ഉള്ളത് നോക്കുക. 319 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 3 നമ്പേഴ്സ് ആണുള്ളത്, സോ 3 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7,319 ഡിവൈഡഡ് ബൈ 1000 എന്നായിട്ട് വരും. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മില്ലി ലിറ്റേഴ്സ് ആണല്ലേ, മില്ലി ലിറ്റേഴ്സിനാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. അഥവാ 7,319 എന്ന് പറയുന്ന മില്ലി ലിറ്റേഴ്സ് ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 7.3 എന്ന് പറയുന്നത് 73/10 ആണ്. 7.31 എന്ന് പറയുന്നത് 731/100 ആണ്. 7.319 എന്ന് പറയുന്നത് 7319/1000 ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എത്ര സീറോയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഡിഫറൻറ്റ് വരുമെന്ന് മാത്രം. ഇവിടെ ഇൻ ദിസ് ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ, ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആൻഡ് ദ ഡിനോമിനേറ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എത്രയാണോ ഇതുള്ളത് അതിനനുസരിച്ചിട്ടാണ് ആ ഡിനോമിനേറ്ററിൽ മാറ്റം സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ഒരു നമ്മുടെ ഇത് നോക്കാം, കാൽക്കുലേഷൻസ് നോക്കാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് പേജ് നമ്പർ 74-ലാണുള്ളത്. The decimal form of some numbers are given below. Write each of them as a fraction with the denominator 10, 100, 1000. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് 10 വരണം, 1000 വരണം, 100 വരണം. ആ രീതിയിൽ വേണം നമുക്കിത് എഴുതാൻ. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് 3.7 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതണം? അത് നമ്മൾ എങ്ങനെ എഴുതുക? ഇത് ഈ രണ്ട് നമ്പറും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. 37 പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 പൊസിഷനേ ഉള്ളൂ. സോ 10 കൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. 37/10 എന്നായിട്ട് വരും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഈ നമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് എഴുതുക. 307 എന്നുള്ളത് ഒരുമിച്ചിട്ട് എഴുതുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ 2 പൊസിഷൻസ് ഉണ്ട്. സോ 2 പൂജ്യമുള്ള 100 എന്നുള്ള ഡിനോമിനേറ്റർ കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കൂ, നെക്സ്റ്റ് വണ്ണും ഇവിടെ സെയിം ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതും ഒരുമിച്ചിട്ട് എഴുതാം 307. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ 1 പൊസിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 10 എന്നുള്ള ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രാക്ഷൻ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ 372 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ 2 പൊസിഷനാണ് ഉള്ളത്. ആ 100 ഡിനോമിനേറ്റർ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, 372 എന്നുള്ളതാണ്. അതിൽ 1 പൊസിഷൻ മാത്രമേ ഉള്ളൂ. സോ 10 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്റർ 10 എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3072 എന്നുള്ളതാണ്. ഇവിടെ 1, 2, 3 3 പൊസിഷനാണുള്ളത്. 3 0 ആണ് ആദ്യം എഴുതേണ്ടത്. 3 എഴുതുക. 1, 2, 3. ഇതാണ് 1000 എന്നുള്ള ഡിനോമിനേറ്റർ ആണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതും 3072 ആണ്. ഇവിടെ 2 പൊസിഷനാണുള്ളത്. സോ 100 എന്നുള്ള ഡിനോമിനേറ്റർ കൊണ്ട് എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 10, 100, 1000 എന്നുള്ളത് നമുക്ക് വരികയും ചെയ്തു. ഇനി ഇതിന് താഴെയുള്ളത് നോക്കൂ. താഴെയുള്ളത് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻസ് ഗിവൺ ബിലോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഡെസിമൽ ഫോമാണ് എഴുതേണ്ടത്. ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ 57 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 57 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ 10 ആണ് എന്ത് പറയുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 പൊസിഷൻ നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ 5.1 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 513 എന്നുള്ളതാണ്. ഇവിടെയും 10 ആണ്. സോ 1 പോയിന്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഡെസിമൽ കൊടുക്കുക. സോ 51.3 എന്നായിട്ട് വരും. നെക്സ്റ്റ് വൺ 513 എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യണം? 2 0 ആണുള്ളത്. അഥവാ 100 ആണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. 2 നമ്പേഴ്സ് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. 5.13 എന്നായിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 530 ആണ്. ഇവിടെ 3 നമ്പേഴ്സ് 3 സീറോസ് ആണുള്ളത്. സോ 3 നമ്പർ കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്, ഡോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? ഇതിന് മുന്നേ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു 0 നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കുക. 0.513 എന്നായിട്ട് മാറും. ഇനി നെക്സ്റ്റ് വൺ 530 ആണ്. ഇവിടെയും 3 എണ്ണമാണുള്ളത് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 3 സ്ഥാനങ്ങൾ ഇട്ട് കൊടുത്താൽ 5.130 എന്നായിട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. ഇതും സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എഴുതാനും ഡെസിബൽ ഫോം എഴുതാനും മനസ്സിലായി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അഡീഷൻ ചെയ്തിട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ചെയ്തിട്ട് എഴുതേണ്ടത് എന്നതാണ് നോക്കേണ്ടത്. A line 4.3 centimeters long was drawn and then extended by another 2.5 centimeters. അപ്പോൾ ആദ്യം ഒരു ലൈന് വരച്ചു. അത് എത്രയാണ് ഉണ്ടായിരുന്നത്? 4.3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഈ ലൈനാണ് വരച്ചിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ 2.5ഉം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഹൗ മെനി സെൻറ്റേഴ്സ് ലോങ് ഇസ് ഇൻ ദിസ് ലൈൻ നൗ? അപ്പോൾ ഈ ലൈന് ഇപ്പോൾ എത്രയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
So we must add 4.3 centimeters and 2.5 centimeters. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4.3യും 2.5ഉം കൂടെ ആഡ് ചെയ്യണം അല്ലേ? We can do this in several ways. ഇത് നമുക്ക് ഒരുപാട് വേയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് we can convert these centimeters and millimeters. ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ സെൻറ്റിമീറ്റേഴ്സും മില്ലിമീറ്റേഴ്സും നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 4.3 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്ററും 3 എന്ന് പറയുന്നത് മില്ലിമീറ്ററും ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആൻഡ് 3 മില്ലിമീറ്റർ ആയിട്ട് മാറും. ഇനി 2.3യും അതേപോലെ തന്നെയാണ്. 2 എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററും 3 എന്ന് പറയുന്നത് മില്ലിമീറ്ററുമാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഈ 4ഉം ഈ 2ഉം കൂടെ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ ഒരു 4.3യും ഇവിടെ 5 ആണുള്ളത് അല്ലേ? ഈ 5ഉം കൂടെ ആഡ് ചെയ്യുക. 8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എത്രയായി? 8 സെൻറ്റിമീറ്ററുമായി 6 സെൻറ്റിമീറ്ററുമായി 8 മില്ലിലിറ്ററും ആയി. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റേഴ്സ് 8 മില്ലിലിറ്റർ ആയിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എങ്ങനെയായിട്ട് ഡെസിമലിലാക്കി എഴുതണം? ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണല്ലേ? ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ ആക്കി എഴുതിയതിന് ശേഷം ഡെസിമൽ ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 68 എന്ന് എഴുതുക. 68 എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 8 എന്ന് പറയുന്നത് മില്ലി ലിറ്റർ ആയതുകൊണ്ട് തന്നെ 10 കൊണ്ടാണ് നമ്മളവിടെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 10 എന്ന് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഡെസിമലാക്കി എഴുതുമ്പോൾ 6ഉം 8ഉം എഴുതുക. ഇവിടെ 10 ആണുള്ളത്. സോ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. 6.8 എന്നായിട്ട് മാറും. അപ്പോൾ 6.8 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഓക്കെ, 6.8 സെൻറ്റിമീറ്റർ. ഇനി ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് ദ ലെങ്ത്സ് ഇൻ മില്ലിമീറ്റേഴ്സ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു വേ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ആദ്യം തന്നെ മില്ലി ലിറ്ററിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ 4.3 എന്ന് പറയുന്നത് 43 മില്ലി ലിറ്റർ ആയിട്ട് മാറും. 2.5 എന്നുള്ളത് 25 മില്ലി ലിറ്റർ ആയിട്ട് മാറും. ദെൻ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ പറയുന്നുണ്ട് 43 + 25 ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ 40യും 20യും കൂടെ കൂട്ടുക. പിന്നെയുള്ളത് 3യും 5ഉം ആണ്. ഇനി 4ഉം 40യും 20യും കൂടെ കൂട്ടുമ്പോൾ 60 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 3യും 5ഉം കൂടെ കിട്ടുമ്പോൾ 8 എന്ന് കിട്ടും. ടോട്ടൽ എത്രയാണ്? 68 എന്ന് കിട്ടും. അപ്പോൾ 68 എന്തായി? മില്ലി ലിറ്റർ ആയിട്ട് മാറി. അപ്പോൾ 68 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 8 മില്ലി ലിറ്ററുമാണ്. അപ്പോൾ നമ്മൾ 6.8 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി അനദർ വേ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വേയും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അടുത്ത വേയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 4.3 എന്നുള്ളതിനെ 43 എന്നാക്കിയിട്ട് എഴുതുക. 2.5 എന്നുള്ളതിനെ 25 ആക്കിയിട്ട് എഴുതുക. ഇനി ഇതിനെ രണ്ടിൻ്റെയും ഫ്രാക്ഷനിൽ എഴുതുക. 43 / 10 പ്ലസ് എന്ത് ചെയ്യണം? നമ്മൾ 25 / 10 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ 43യും 25ഉം കൂടെ കൂട്ടി നോക്കുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയായി? 43 + 25 എന്ന് പറയുന്നത് 68/10 ആയിട്ട് മാറി. 68/10 എന്ന് പറയുന്നത് 6.8 ആണ്. അപ്പോൾ 6.8 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഇങ്ങനെയും നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഇഫ് യു വാണ്ട് ടു ആഡ് 4.3 centimeters and 2.8 centimeter. ഇനി ഇത് 2.8 centimeter ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 43യും + 28 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. നമുക്ക് 61 എന്ന് ഉത്തരം കിട്ടും. 61 / 10 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 61 എന്ന് പറയുന്നത് എന്താണ്? 6.1 ആണ്. 6.1 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതല്ലാതെ നമുക്കൊരു വേയിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 4.3 + 2.8 ആണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 3യും 8ഉം കൂടെ കൂട്ടി നോക്കുക. എത്രയായി? 11 ആയി. 11ൻ്റെ 1 ഇവിടെ ഇട്ട് കൊടുക്കുക. 1 ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. 4ഉം 1ഉം 5 ആയി. 5ഉം 2ഉം 7 ആയി. 7.1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇതിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് വൺ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, എ ജാർ കണ്ടെയ്ൻസ് 3.5 liters of oil and 6.25 liters more in powder into it. അപ്പോൾ എന്താണ്? ഒരു 3.5 ലിറ്റർ ജാറിലാണ്. അതിൽ അത്രയും ഓയിൽ ഉണ്ടായിരുന്നു. അതിലെന്താണ്? 6.25 ലിറ്റേഴ്സ് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൽ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എത്രയാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കണ്ടെയ്നറിൽ എത്ര ലിറ്ററാണ് എണ്ണ ഉണ്ടായിരിക്കുക?
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒന്ന് 3.5 മറ്റൊന്ന് 6.25 ആണല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 3.5 പ്ലസ് 6.25 നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക, അഥവാ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 6.25 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കുക, 5 ഇറക്കി എഴുതുക. ഇവിടെ എത്ര 5ഉം 2ഉം 7 ആയി, ദെൻ 6ഉം 3ഉം 9 ആയി, 9.75 ആയിട്ട് മാറി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വേ ആണ്, ഇത് ഒന്നാമത്തെ വേ. നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് 3.5നെ നമ്മൾ 35 ഡിവൈഡഡ് ബൈ 3.5 ആണല്ലോ, അപ്പോൾ 10 കൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ കൊടുക്കേണ്ടത്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 625 എഴുതുക. ഇവിടെ 2 എണ്ണമാണുള്ളത്, സോ 100 കൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ 100 ആയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ 100ലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 35 × 10 എന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 350 എന്ന് കിട്ടും. ഇപ്പോൾ ഒരെണ്ണം 350ഉം മറ്റത് 625 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 975 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 100. 975 എന്ന് പറയുന്നത് എത്രയാണ്? 9.75 ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏത് വേല് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം, പക്ഷേ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി എന്ന് മാത്രം. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ബോട്ട് 2.5 kilograms ഓഫ് റൈസ് ആൻഡ് 3.125 kilograms ഓഫ് വെജിറ്റബിൾസ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? അപ്പോൾ ഒരാൾ 2.5 കിലോഗ്രാം അരിയും 3.125 കിലോഗ്രാം പച്ചക്കറിയും വാങ്ങിച്ചു. അപ്പോൾ ആകെ ഇപ്പോൾ എത്രയാണ് വെയിറ്റ് ഉള്ളത് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വേയിൽ നമുക്കൊന്ന് ആദ്യം നോക്കാം എന്തൊക്കെയാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2.5 ആണല്ലേ. 2.5ഉം 3.125 ആണ്. അതിൻ്റെ കൂടെ 2.5. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 5 വരും, ഇവിടെ 2 വരും. 5 + 1 6 വരും, പോയിന്റ് ഇട്ട് കൊടുക്കുക. ദെൻ 3ഉം 2ഉം 5. അപ്പോൾ എത്രയായി? 5.625 ആയിട്ട് ആൻസർ കിട്ടി. ഇനി അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? നമുക്ക് 2.5നെ 25 ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുക്കുക. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 3125 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, സോ അതുകൊണ്ട് 1000 എന്ന് കൊടുക്കണം. ഇനി ഇതിനെ നമ്മൾ 1000ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25 × 100 എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 10 × 100 എന്ന് കൊടുക്കുക. അപ്പോൾ എത്രയാവും? 2500 ആയിട്ട് മാറും. ഓക്കെ, ബൈ 100. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 2500 പ്ലസ് 3125 ഡിവൈഡഡ് ബൈ 1000 എന്ന് കൊടുക്കുക. ഉത്തരമായിട്ട് കിട്ടുന്നത് 5625 എന്ന് ആൻസർ കിട്ടും. ഇതിനെ ഡിവൈഡഡ് ബൈ 100, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡെസിമലിലേക്ക് എഴുതുക? 5.625 എന്ന് ആൻസർ ആയിട്ട് കിട്ടും. അത് തന്നെയാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കിലോഗ്രാം ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലും ഇത് ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റ് ആയാൽ മതി എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും 1 by 1 ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അനു മെയ്ഡ് ആൻ 8.5 meter long festoon ആൻഡ് സാറ മെയ്ഡ് എ 7.8 meter long one to decorate their classroom for the school anniversary. What is the total length of the festoon they made? അപ്പോൾ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനു 8.5 മീറ്ററിൽ ഒരു തോരൻ, ഒരു ഫെസ്റ്റൂൺ ഉണ്ടാക്കി. അതുപോലെ തന്നെ സാറയും ഉണ്ടാക്കി. അപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയാണെന്നാണ് ആദ്യം നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ നമുക്ക് കാൽക്കുലേഷൻ വഴി ചെയ്യാം. എങ്ങനെ? അനു മെയ്ഡ് 8.5 എന്നൊക്കെ എഴുതിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം? ഒന്നുകിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും നമുക്ക് കൂട്ടി നോക്കാം. 8.5 ഡിവൈഡഡ് ബൈ 10 പ്ലസ് എത്രയാണ്? 78 ഡിവൈഡഡ് ബൈ 10. അതിനുശേഷം 85 പ്ലസ് 78 ഡിവൈഡഡ് ബൈ 10 എത്ര വരും? ആൻസർ എന്ന് പറയുന്നത് 163 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഇത് നമുക്ക് എങ്ങനെ ഡെസിമലിൽ എഴുതാം? 16.3 എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് അടുത്തത് ചെയ്യാവുന്നത് 8.5 പ്ലസ് 7.8 ചെയ്യാം. ഇത് രണ്ടും കൂടെ 13 എന്ന് കിട്ടും. 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 8ഉം 1ഉം 9ഉം 17ഉം 16, 60.3 ഇങ്ങനെയും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ ആണ് കൊടുത്തിട്ടുള്ളത്. അമൽ നീഡ്സ് 2.25 മീറ്റർ ഓഫ് ക്ലോത്ത് ആൻഡ് സാഗർ 1.85 meters for school uniform. How many meters of cloth in all? അതോ അമലിന് യൂണിഫോമിന് 2.25 മീറ്റർ തുണിയും അതുപോലെ സാഗറിന് 1.85 മീറ്റർ തുണിയും വേണം. രണ്ടുപേർക്കും കൂടെ എത്ര വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്തു നോക്കാം. രണ്ടാമത്തേതാണ് എത്രയാണ് വേണ്ടത്? നമ്മുടെ അമലിന് വേണ്ടത് 2.25 ആണ്. പ്ലസ് എത്ര വേണം? സാഗറിന് 1.85 വേണം. ഇവിടെ 5ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ബാക്കി 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 8ഉം 2ഉം 10, 10ഉം 1ഉം 11 അല്ലേ? അപ്പോൾ 1 ഇവിടെ എഴുതി കൊടുക്കുക. 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 2ഉം 1ഉം 3, 3 + 1 4 എന്ന് കിട്ടും. അപ്പോൾ 4.10 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. 4.10. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെയ്യാം? 225 പ്ലസ് 185 ഡിവൈഡഡ് ബൈ, രണ്ടിലും ഒരേ ഇതാണുള്ളത്. ഡിനോമിനേറ്റർ എത്ര വരും? 100 ആണ് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 410 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇതിനെങ്ങനെ എഴുതാം? 4.10 എന്നാക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഇത് എത്രയാണ്? മീറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത് മീറ്റർ എന്നുള്ളതാണ്. ഇതും മീറ്ററാണ് കേട്ടോ. ഇത് രണ്ടും മീറ്ററാണ്, എം ആണ്. ഇനി മൂന്നാമത്തേത്, എ ടിൻ വെയ്റ്റ് 2.85 kilograms and it is filled with 12.5 kilograms of rice. What is the total weight? അഥവാ ഒരു ടിന്നിന് 2.85 kilograms ആണുള്ളത്. അതിൽ 12.5 kilogram അരിയുണ്ട്. അപ്പോൾ ടിന്നിനും അരിക്കും കൂടി ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും നോക്കണം. രണ്ടും ഇവിടെ എന്താണ്? ഒന്ന് 85 ആണ്, ഒന്ന് 5 ആണ് അല്ലേ? അപ്പോൾ രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതലുള്ള ഏത് എഴുതി കൊടുക്കാം? 2.85 എഴുതി കൊടുക്കാം. അതിനുശേഷം 12.5ഉം എഴുതാം. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. ഇവിടെ 5 എഴുതും. ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. 8ഉം 5ഉം എത്രയാണ്? 13 എന്ന് വരും അല്ലേ? 8ഉം 5ഉം 13 എന്ന് വരും. അതിൽ 3 ഇട്ട് കൊടുക്കുക, ഡോട്ട് ഇടുക. ബാക്കി 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 2ഉം 2ഉം 4, 4ഉം 1ഉം 5. ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 15.35 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇത് മറ്റേ രീതിയിൽ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്കിവിടെ ചെയ്യേണ്ടത് 285 ഡിവൈഡഡ് ബൈ 100 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 225 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് കൊടുക്കുക. 10 ഇൻറ്റു 10 ആണ് കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 285 പ്ലസ് ഇവിടെ എന്തായിട്ട് മാറും? 1250 എന്നായിട്ട് മാറും. ഇനി ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ എത്രയായിരിക്കും കൂട്ടുകാരെ കിട്ടുന്നത്? എത്ര കിട്ടും? 1535 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 15.35 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ രണ്ടും സെയിം ആൻസർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഫോർത്ത് വൺ നോക്കാം. ബാഗുൽ വാക്സ് 2.25 kilometers in the morning and 1.5 kilometers in evening every day. What is the total distance she walks each day? അപ്പോൾ ബാഗുൽ ഒരു ദിവസം 2.25 കിലോമീറ്റർ രാവിലെയും 1.5 കിലോമീറ്റർ വൈകിട്ടും നടക്കും. അങ്ങനെയാണെങ്കിൽ ദിവസവും എത്ര ഡിസ്റ്റൻസ് ആണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? രണ്ടും കൂടെ കൂട്ടി നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് 2.25 ആണ്. പ്ലസ് അതിൻ്റെ കൂടെ 1.5 കൂട്ടി നോക്കണം. 5 എടുത്ത് എഴുതുക. 5ഉം 2ഉം 7 എന്ന് കിട്ടും. 3ഉം 1ഉം 2ഉം 1ഉം 3 എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് നേരത്തെ എഴുതിയ രൂപത്തിൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 225 ഡിവൈഡഡ് ബൈ 100 പ്ലസ് എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 10 ആണ്. ഇനി എന്ത് ചെയ്യണം? 15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എത്രയായി? 225 പ്ലസ് 115 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് 375 ഡിവൈഡഡ് ബൈ 100 ആണ്. 375 എന്ന് പറയുന്നത് 3.75 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3.75 എന്ന് ആൻസർ കിട്ടും. കിലോമീറ്റർ ആണ് കേട്ടോ. കിലോമീറ്റർ KM. ഇനി അടുത്തത് 2 small bottles contain 0.850 liters and 0.375 liters of honey. അപ്പോൾ 2 കുപ്പികളിലായിട്ട് ഒന്നിൽ
0.850 ലിറ്ററും മറ്റൊന്നിൽ 0.375 ലിറ്ററും ഹണി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ബോത്ത് ദ ബോട്ടിൽസ് ആർ എംപ്റ്റീഡ് ഇൻ ടു എ ലാർജ് ബോട്ടിൽ ഹൗ മച്ച് ഹണി ഡസ് ഇറ്റ് കണ്ടെയ്ൻ? ഇത് ഒരു വലിയ കുപ്പിയിൽ ഒഴിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ലിറ്റർ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണുള്ളത്? പോയിന്റ് വൈസ് ഡെസിമലിലാണുള്ളത് അല്ലേ, അവിടെ നോർമൽ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൂട്ടി നോക്കാം? നമ്മൾക്ക് ഇതേപോലെ തന്നെ എഴുതാം. 0.850 പ്ലസ് 0.375. ഇവിടെ 5 എന്ന് കിട്ടും. 5ഉം 7ഉം കൂടെ എത്രയായി? 12 ആണ്. ബാക്കി 1. 8ഉം 1ഉം 9, 9ഉം 3ഉം എത്രയായി? 12 ആണ്. 12 ബാക്കി ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക 1. അപ്പോൾ എത്രയായി? 1.225 എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ 1.225 എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അത്രയും ലിറ്ററാണ് ഉള്ളത്. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് മൂവ് ചെയ്യാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് സം വൺ ഇൻസ്റ്റൻസ് വേർ വി ഹാവ് ടു സബ്സ്ട്രാക്ട് മെഷേഴ്സ്. സീ ദിസ് പ്രോബ്ലം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് എന്താണ്? കൂട്ടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഫ്രം ആൻ 8.5 സെൻറ്റിമീറ്റർ ലോങ് ഇർക്കിലി 3.2 centimeter long piece is broken. So what is the length in remaining piece? അപ്പോൾ ഒരു ഇർക്കിളി എടുക്കുകയാണ്. അതിൽ 8.5 ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 3.2 സെൻറ്റിമീറ്റേഴ്സ് അത് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര അതിലുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ ചെയ്യാം. എന്ത് ചെയ്യാം? 8.5 മൈനസ് 3.2 ചെയ്ത് നോക്കാം. ഇവിടെ 5ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3, 8ന് 3 പോയി കഴിഞ്ഞാൽ 5. അപ്പോൾ 5.3 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതല്ലാതെയും നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? 8.5നെ 85 ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുക്കുക. മൈനസ് 3.2നെ 32 ഡിവൈഡഡ് ബൈ 10 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 85 മൈനസ് 32 ഡിവൈഡഡ് ബൈ 10 എന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര തന്നെയായിരിക്കും? ഇവിടെ കിട്ടുന്നത് 53 എന്നായിരിക്കും. 53 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 53 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 5.3 എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇഫ് വി ചേഞ്ച് ദ പ്രോബ്ലം ലൈക്ക് ദിസ്. ഈ പ്രോബ്ലം നമ്മൾ മാറ്റുകയാണ്. 85 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ഇർക്കിളിൽ നിന്നും 3.7 സെൻറ്റിമീറ്റേഴ്സ് ലോങ് പീസ് ഈസ് ബ്രോക്കൺ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്. അപ്പോൾ അതിൽ നിന്ന് 3.7 ആണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ എന്ത് മാറ്റാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. 8.5 ആണ്. മൈനസ് 3.7 ആയിട്ട് വരും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? 5ൽ നിന്നും 7 പോവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒന്ന് കടമായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 8 എന്നുള്ളത് 7 ആയിട്ട് മാറും. ഇവിടെ 15 ആയിട്ട് മാറും. 15ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 8 വരും അല്ലേ. ദെൻ ഇവിടെ 7 ആണുള്ളത്, ഇവിടെ 3 ആണുള്ളത്. 7ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ 4.8 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. 4.8 എന്നുള്ളത് വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രാക്ഷൻ ആക്കിയിട്ടും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ ഇസ് ദ ലെസ് വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഫോംസിൽ നമുക്കിത് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനത്തെ പേജ് ആയിട്ടുള്ള 82ലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meters long is cut off. What is the length of remaining piece? എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒരു റോഡ്, ആ റോഡിൻ്റെ എന്താണ് 14.7 സെൻറ്റിമീറ്റർ ആയിരുന്നു ഒരു കമ്പി ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 7.7 മീറ്റർ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വണ്ണാണ് എഴുതുന്നത്. ഇവിടെ ലെങ്ത് ഓഫ് ദ റോഡ് ആദ്യം എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. ലെങ്ത് ഓഫ് ദ റോഡ് എത്രയാണ്? ഈക്വൽ ടു 14.7 സെൻറ്റിമീറ്റർ. സോറി, മീറ്റർ ആണ് കേട്ടോ, മീറ്റർ. ഇനി അടുത്തതായിട്ട് ലെങ്ത് ഓഫ് ദ പീസ്
കട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്? ഈക്വൽ ടു 7.75 മീറ്റർ. ഇനി അടുത്ത എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, ബാക്കിയുള്ള പീസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റിമൈനിങ് പീസ് എത്രയാണ്? ഈക്വൽ ടു 14.7 മീറ്റർ മൈനസ് 7.75. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ ചെയ്ത് നോക്കാം. 14.7 മൈനസ് 7.75. ഓക്കെ, അപ്പോൾ ഇവിടെ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 0 5 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടെടുക്കുക. ഇവിടെ 6 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്ന് 5 പോയിൻ്റ് ബാക്കി 5. ഇവിടെ 6ൽ നിന്നും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കടെടുക്കണം. അപ്പോൾ ഇവിടെ 16 ആയിട്ട് മാറും, ഇവിടെ 3 ആയിട്ട് മാറും. 16ൽ നിന്ന് പോകുമ്പോൾ ബാക്കി 9 ആണ് ഉണ്ടാവുക. ഇനി 3ൽ നിന്നും എന്താണ് 7 പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30ൽ നിന്നും നോക്കണം. 30ൽ നിന്ന് നോക്കുമ്പോൾ 6 എന്ന് കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 6.95 ആണ്. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു രൂപത്തിൽ എഴുതുക. 147 divided by 10 plus 775 divided by 100 equal to നമ്മൾ എന്ത് ചെയ്യണം? 417 into 10 divided by 10 into 10 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 1470 divided by 100 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? 775 മൈനസ് ചെയ്താൽ മതി. ഉത്തരം എന്ന് പറയുന്നത് 695 divided by 100 എന്ന് കിട്ടും. ഇതിനെ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 6.95 എന്താണ്? മീറ്റർ എന്ന് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദർ വാസ് 38.7 kilograms ഓഫ് റൈസ് ഇൻ എ സാക്ക് ആൻഡ് 12.350 kilograms ഓഫ് ദിസ് ഈസ് യൂസ്ഡ് അപ്പ്. ഹൗ മച്ച് റൈസ് റിമൈൻസ് ഇൻ ദ സാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സാക്കിൽ എന്താണുള്ളത്? ആകെ 30.7 kilogram റൈസ് ആണുള്ളത്. അതിൽ നിന്നും 12.350 ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഇത് റൈസ് ചെയ്യാണ്. സെക്കൻഡ് വണ്ണ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എഴുതേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ദ സാക്ക് എത്രയാണ്? 38.7 kg. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് റൈസ് യൂസ്ഡ് അപ്പ് എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഈക്വൽ ടു യൂസ് ചെയ്തിട്ടുള്ളത് 12.350 kg ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് റൈസ് റിമൈനിങ് ഇൻ ദ സാക്ക് എത്ര ചെയ്യണം? 38.7 മൈനസ് 12.350 എന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്ത് നോക്കുക. 12.350 മൈനസ് 38.700 എന്ന് ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക. ഇനി ഫസ്റ്റ് വൺ 00 ആണ്. അപ്പോൾ അവിടെ 0 തന്നെ വരും. ഇവിടെ 5ൽ നിന്നാണ് നമ്മൾ റിമൈൻ ചെയ്യേണ്ടത് അല്ലേ. 5ൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുമോ? സോറി, നമ്മളിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ ആണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 38.7ൽ നിന്നും നമ്മൾ 12.350 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ 0 ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0ൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഇനി എന്താണ്? 0ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 6 ആയിട്ട് മാറും, ഇവിടെ 10 ആയിട്ട് മാറും. 10ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 5. 6ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 3. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് ഇവിടെ 8 ആണ്. 8ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അതിനുശേഷം 3ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, 26.350 എന്നായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 26.350 കിലോഗ്രാം ആണ്. ഇനി മറ്റേ മെത്തേഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് തേർഡ് വൺ എന്ന് പറയുന്നത് എ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 24 centimeters and the length of one side is 6.4 centimeters. What is the length of the other side എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഒരു സൈഡിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, മറ്റേ സൈഡിൻ്റെ ലെങ്ത്താണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൂട്ടുകാരെ തന്നിട്ടുള്ളത്? ഇവിടെ എഴുതേണ്ടത് പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് = 24 സെൻറ്റിമീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? 6.4 ആണല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു റെക്റ്റാങ്കിൾ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മൊത്തമാണ് ഇവിടെ പെരിമീറ്റർ 24 എന്ന് തന്നിട്ടുള്ളത്. ഈ ഒരു സൈഡാണ് 6.4, ഈ സൈഡ് എത്രയായിരിക്കും? 6.4 ആയിരിക്കും. ഈ 4 സൈഡും കൂടെ കൂട്ടിയതാണല്ലോ 24 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ എന്താണ്? ഇത് രണ്ടും, ഈ 2 സൈഡും കൂടിയിട്ട് ആകെ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. 6.4 + 6.4 കണ്ടുപിടിക്കണം. എത്രയാണ്? 4ഉം 4ഉം 8 എന്ന് കിട്ടും. 6ഉം 6ഉം 12. അപ്പോൾ 12.8 ആണ് ഈ വശവും കൂടെ കൂടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി നമുക്ക് ഈ 24ൽ നിന്നും ഈ ഒരു ഇത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 വശത്തിൻ്റെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെങ്ത് ഓഫ് അനദർ സൈഡ് എന്ന് പറയുന്നത് equal to 24 - 12.8 എന്നുള്ളതാണ്. നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 24 0 0 12.8 ആണല്ലോ. അപ്പോൾ ഈ 0 വേണ്ട, ഇത് മൈനസ് ചെയ്യാം. ഇവിടെ 0യിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം കടെടുക്കും. ഇവിടെ 3 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 3ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 1 ആണ്. അതുപോലെ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. 2ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സൈഡും കൂടെ കൂടിയിട്ടുള്ളത് എത്രയാണ്? 11.2 ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു എത്രയാണ്? 11.2 ആണ്. 11.2നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്ത് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 112 എന്ന് എഴുതിയിട്ട് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 10ൽ 2 എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ് പോകും അല്ലേ. 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 1 മൈനസ്, ദെൻ ബാക്കി 2 ആണുള്ളത്. 12ൽ നിന്നും എഗെയിൻ എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ. 6 എന്ന് കിട്ടും. ഇവിടെ 12 ഇട്ട് കൊടുക്കുക, 0. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണല്ലേ. അപ്പോൾ 56നെ നമ്മൾ ഡെസിമൽ ആക്കി എഴുതുമ്പോൾ 5.6 എന്നുള്ളത് ഉത്തരം കിട്ടും. അപ്പോൾ 1 സൈഡ് എന്ന് പറയുന്നത് 5.6 സെൻറ്റിമീറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ് 4th ക്വസ്റ്റ്യൻ ആണ്. There was 2.50 liter of oil in a bottle and 0.475 liters of this was used for cooking. അപ്പോൾ അതിൽ നിന്നും കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? 0.475 ആണല്ലേ. ഹൗ മച്ച് ഓയിൽ ഈസ് ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ? അപ്പോൾ ബോട്ടിൽ ഇപ്പോൾ എത്ര എണ്ണയാണ് ബാക്കിയുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 4th വണ്ണാണ്. 4 എന്ന് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദ ബോട്ടിൽ എത്രയാണ്? ഇൻ ദ ബോട്ടിൽ ഈക്വൽ ടു 2.50. ദെൻ നെക്സ്റ്റ് വണ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ യൂസ്ഡ് ഫോർ കുക്കിംഗ്. കൂട്ടുകാർ നല്ല ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. 0.475. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ ഈക്വൽ ടു 2.50 മൈനസ് 0.475 എന്ന് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത് എത്രയായിരിക്കും? നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. ആദ്യം നമ്മൾ എഴുതേണ്ടത് 2.50 എന്നുള്ളതാണ്. ഇവിടെ എത്രയാണ്? 0.475 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 എന്ന് കുറക്കാൻ പറ്റില്ല, അപ്പുറത്തും 0 ആണ്. അപ്പോൾ നമ്മൾ നേരെ 5ൻ്റെ അടുത്തേക്ക് പോവുക. 5ൽ നിന്നും ഒരെണ്ണം എടുക്കുക. അപ്പോൾ ഇവിടെ 4 ആയി. അവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ 10 ആയി. 10ൽ നിന്നും വീണ്ടും ഒരെണ്ണം എടുക്കുമ്പോൾ ഇവിടെ 9 ആയി. ഇവിടെ 10 ആയി അല്ലേ. അപ്പോൾ 10ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 5 എന്ന ആൻസർ കിട്ടും. 9ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ആണ്. ഇവിടെ 2 4 ആണ്. അപ്പോൾ 0 എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2.025
ലിറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് നമുക്ക് ചെയ്യാം? ഇവിടെ തന്നെ എഴുതാം. അഞ്ചാമത്തതാണല്ലേ, അഞ്ചാമത്തതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. ഈ 16.43 മൈനസ് 14.32 ചെയ്ത് നോക്കുക. ഇവിടെ 1 എന്ന് വരും. ഇവിടെ എന്താണ്, 4ൽ നിന്നും 3 പോയാൽ 1 എന്ന് വരും. ഇവിടെ എത്രയാണ്, 16ൽ നിന്നും 14 പോയാൽ ബാക്കി 2 ആണ്. ആൻസർ എന്ന് പറയുന്നത് 2.11 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. ഈ നമ്പറാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈസ് ആൻഡ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.